യൂണിഫോം ഒക്കെ കറക്റ്റായിട്ട് ഇടാൻ തുടങ്ങി. പിന്നെ ഹൗസ് ക്യാപ്റ്റനൊക്കെ ആയി കഴിഞ്ഞാൽ പഠിച്ചല്ലേ പറ്റൂ. അപ്പൊ പിന്നെ വേറെ വഴിയില്ല, പഠിക്കേണ്ടി വന്നു. അങ്ങനെ നന്നാവേണ്ട ഒരു അവസ്ഥയായിപ്പോയി ഗൈസ്. അങ്ങനെയാണ് ഞാൻ നന്നായത്. അത് കഴിഞ്ഞ് 10ാം ക്ലാസ് ഞാനിവിടെ ഹോസ്റ്റലിലാണ് പഠിച്ചത്. ഈ ഇവിടെ നിന്ന് കയറി താഴെ പോകുമ്പോൾ ഒരു ഹോസ്റ്റലുണ്ട്, ഒരു അടിപൊളി ഹോസ്റ്റലുണ്ട്. ഹോസ്റ്റൽ ഗേൾസ് ഇവിടെ ഉണ്ടോ? അപ്പൊ ഹോസ്റ്റലിൽ ഞാൻ പഠിച്ചിരുന്നു ഒരു 10th മാത്രം. ഐ ജസ്റ്റ് വാണ്ട് ടു സേ, സ്കൂൾ ഡേയ്സ് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളെ ഭയങ്കരമായിട്ട് ഷേപ്പ് ചെയ്യുന്ന ഒരു ടൈമാണ്. അമ്മേ കേൾക്കാവോ? ഇതൊക്കെ പൊളിഞ്ഞു വീഴുന്നുണ്ട്, എൻ്റെ പ്രസൻസിന്റെ കാരണമായിരിക്കാം. ഐ ജസ്റ്റ് വാണ്ട് ടു സേ, ഇതൊരു ഗേൾസ് സ്കൂൾ ആയതുകൊണ്ട് തന്നെ ഞാനായിരുന്നു ഇവിടെ ഏറ്റവും അലമ്പ് എന്നൊക്കെ ഞാൻ പറയെങ്കിലും കുറെ അലമ്പ് പിള്ളേരുണ്ടായിരുന്നു ഇവിടെ. ഇവിടുത്തെ അലമ്പ് പിള്ളേർ ആരൊക്കെ ഒന്ന് ഒച്ചിട്ട് ഇവിടെ എന്ത് അച്ഛാ ഞാനിങ്ങനെ നടന്നോട്ടെ, കുഴപ്പമില്ലല്ലോ. അപ്പോ ഞാൻ ഏറ്റവും കൂടുതൽ ഒരു അസംബ്ലി, അന്നൊന്നും ഈ സാധനം ഇല്ലായിരുന്നു, ഇവിടെ മറവില്ലായിരുന്നു. അപ്പം രാവിലെ അസംബ്ലിക്ക് ഭയങ്കര വെയിലായിരിക്കും കേട്ടോ. വെയിലത്തൊക്കെ ഇരിക്കുമ്പോൾ ഞങ്ങൾ നേരെ ആ മരം, നിങ്ങളൊക്കെ നിൽക്കുന്ന ആ മരത്തിന്റെ അടിയിൽ പോയിരിക്കും. എന്നിട്ട് ആ മരത്തിന്റെ ബാക്കിലും കൂടി ഇരിക്കും. അപ്പൊ ടീച്ചേഴ്സിന് ഒളിച്ചിരുന്ന് നമ്മളെ കാണാൻ പറ്റില്ല. അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യാറുണ്ട്, എനിക്കറിയില്ല. ഞാൻ ടിപ്സ് തരുവാണ് കേട്ടോ. ഐ തിങ്ക് ഈ സ്കൂളിൽ നിന്ന് ഞാൻ ഏറ്റവും കൂടുതൽ പഠിച്ച ഒരു കാര്യം ലീഡർഷിപ്പ് തന്നെയാണ്. ബിക്കോസ് ഓരോ പരിപാടിക്ക് റെസ്പോൺസിബിലിറ്റിയും കൂടെ തരും. നിങ്ങളാണ് ഈ ചാർട്ട് ഉണ്ടാക്കേണ്ടത്, നിങ്ങളാണ് ഇത് ഉണ്ടാക്കേണ്ടത്. ഇന്റർ സ്കൂൾ കോമ്പറ്റീഷന് പോകുമ്പോഴും ഒക്കെ നമുക്ക് ഭയങ്കര റെസ്പോൺസിബിലിറ്റീസ് ടീച്ചർ തരും. ആ സമയത്ത് ചിലപ്പം ക്ലാസ് കഴിഞ്ഞ് സ്റ്റേ ബാക്ക് ചെയ്തിട്ടായിരിക്കും നമ്മുടെ വർക്ക് നമ്മൾ ചെയ്യുന്നത്. ഈ ഒരു ടൈമിലൊക്കെ നമ്മൾ പഠിക്കുന്നത് ലീഡർഷിപ്പ്, അതായത് ഒരു കാര്യം ചെയ്യും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ചെയ്തെടുക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി ഞാൻ ഇവിടുന്ന് പഠിച്ചിട്ടുണ്ട്. അതൊക്കെ ആയിരിക്കാം നമ്മളെ മോൾഡ് ചെയ്യുന്നത്. അതേപോലെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആണെങ്കിലും എല്ലാത്തിലും നമ്മുടെ സിസ്റ്റേഴ്സും ടീച്ചേഴ്സും നമ്മളെ എപ്പോഴും ഇതിൽ പ്രൊമോട്ട് ചെയ്തിരുന്നു. ഐ തിങ്ക് സ്കൂൾ ഡേയ്സ് നിങ്ങൾ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്യണം. ഏറ്റവും കൂടുതൽ നമ്മൾ പോലും അറിയാതെ നമ്മളെ ഷേപ്പ് ചെയ്യുന്ന ഒരു ടൈമും കൂടിയാണിത്. ഇനി ലെറ്റ്സ് കം ബാക്ക് ടു മൈ ലൈഫ്. I just started living the way I want to live, because ഞാൻ ഇവിടെ പഠിക്കുന്ന സമയത്ത് I never thought I will enter media field. മീഡിയയിൽ കയറുന്നു വിചാരിക്കാത്ത ഒരാളാണ്, പക്ഷെ എങ്ങനെയൊക്കെയോ അതിലെത്തിപ്പെട്ടു. പക്ഷേ I want to say that നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഏതെങ്കിലും ഒരു ഡ്രീം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതെല്ലാം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് റിമൈൻഡ് ചെയ്യാനാണ് ഞാൻ ഇന്ന് ഇവിടെ നിൽക്കുന്നത്. ബിക്കോസ് നിങ്ങൾ പോലത്തെ ഒരാൾ തന്നെയാണ് ഞാൻ, അല്ലേ? എനിക്ക് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? നിങ്ങളെപ്പോലെ ഒരേ ഒരാൾ തന്നെയാണ് ഞാൻ. എന്നേലും എത്രയോ മടങ്ങ് വലുതാവാനുള്ള പൊട്ടൻഷ്യൽ ഉള്ള ഓരോ കുഞ്ഞുങ്ങളെയാണ് ഞാൻ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഐ ജസ്റ്റ് വാണ്ട് ടു സേ ബിഗ് താങ്ക്സ് ടു ഷീബ മാം,